നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് 8ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പാടി വീട്ടാത്ത കടങ്ങൾ എന്ന പാഠഭാഗമാണ്. കേരള പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റിൽ വരുന്ന പാഠഭാഗം. യൂണിറ്റ് ഏതാണ്? കലയുടെ വേരുകൾ. പാഠഭാഗത്തിൻ്റെ പേര് പാടി വീട്ടാത്ത കടങ്ങൾ. തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന വരികളൊന്ന് ശ്രദ്ധിക്കൂ. അണിയറയിൽ നിന്ന് അരങ്ങിലേക്കുള്ള ദൂരം ചെറുതാണോ? അതൊരു യാത്രയാണ്. കലയെ അരങ്ങിലെത്തിക്കുന്ന കലാകാരൻ്റെ ജീവിതയാത്ര. എന്താണ് ഈ വരികളുടെ അർത്ഥം? ഒരു കലാകാരൻ പാട്ടോ നൃത്തമോ എന്തുമാവട്ടെ, അതിൽ അയാൾ പ്രാവീണ്യം നേടി അരങ്ങിലേക്ക് എത്തിക്കുന്നത് അയാളുടെ അശ്രാന്ത പരിശ്രമവും നിത്യേനയുള്ള പരിശീലനവും കൊണ്ടാണ്. എന്നാൽ മാത്രമേ അത് ആസ്വാദ്യമായ രീതിയിൽ അരങ്ങിൽ, അതായത് വേദിയിൽ അവതരിപ്പിക്കാൻ പറ്റൂ. അണിയറയിൽ നിന്ന് അരങ്ങിലേക്കുള്ള ദൂരം എന്നത് ആ കലാകാരൻ്റെ ജീവിതയാത്ര തന്നെയാണ്. ഇത്തരം ഒരു ജീവിതയാത്രയിലൂടെ സംഗീതത്തിൻ്റെ ലോകത്ത് ഗന്ധർവനാദമായി മാറിയ ഗാനഗന്ധർവനായി അറിയപ്പെട്ട KJ യേശുദാസുമായി അനീഷ് നായർ നടത്തിയ ഒരു അഭിമുഖമാണ് ഇന്നത്തെ പാഠഭാഗം. യേശുദാസ് സിനിമയിൽ ആദ്യമായി പാടിയതിൻ്റെ 60ാം വാർഷിക ദിനമായ 2021 നവംബർ 14 മലയാള മനോരമ ഞായറാഴ്ച പതിപ്പ് അതിൽ പ്രസിദ്ധീകരിച്ച അതിശയരാഗമെന്ന അഭിമുഖത്തിൽ യേശുദാസ് ചെറുപ്പത്തിൽ നേരിട്ട പ്രതിസന്ധികളും സിനിമയിൽ ആദ്യമായി പാടിയ അനുഭവവും വിവരിക്കുന്നതാണ് പാടി വീട്ടാത്ത കടങ്ങൾ. ഇതൊരു അഭിമുഖമാണ്. ഈ അഭിമുഖമാണ് നിങ്ങൾക്ക് പാഠഭാഗമായിട്ട് പഠിക്കാൻ തന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ആദ്യമായി പാടാൻ പോകുമ്പോൾ മദ്രാസിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പണം നൽകി സഹായിച്ച പള്ളുരുത്തി ടാക്സി ഡ്രൈവർ മത്തായിയോടും പിതാവ് അഗസ്റ്റിൻ ജോസഫ് ആശുപത്രിയിൽ കിടന്ന് മരിച്ചപ്പോൾ മൃതദേഹം വിട്ടുകിട്ടാൻ പണം നൽകിയ ഗാനരചയിതാവ് P. ഭാസ്കരനോടുമുള്ള കടപ്പാട് ഈ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ അഭിമുഖം നടത്തിയിരിക്കുന്നത് അനീഷ് നായരാണ്. ഈ പാഠഭാഗത്തു നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? കടപ്പാടുകളെക്കുറിച്ചും കരുതലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുവാനാണ്. അതുപോലെ അദ്ദേഹം ആലപിച്ച ഗാനങ്ങളിൽ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കണ്ടെത്തി ക്ലാസ്സിൽ അത് ആലപിച്ച് ആസ്വദിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ പാഠഭാഗം നിങ്ങൾക്ക് തന്നത്. അങ്ങനെ ആ ഗാനഗന്ധർവനെ, സംഗീത ലോകത്തേക്കുള്ള യാത്രയെ നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്ന ഒരു പാഠഭാഗമാണ് പാടി വീട്ടാത്ത കടങ്ങൾ. നമുക്ക് പാഠഭാഗം വായിച്ച് മനസ്സിലാക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളാണ് ചലച്ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആദ്യം ആലപിച്ചത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ജാതിയുടെയും മതത്തിൻ്റെയും വേർതിരിവില്ലാതെ എല്ലാവരും ഒരേപോലെ സഹോദര തുല്യരായി വാഴുന്ന ഒരു മാതൃകാ സ്ഥാനമാണ്. അദ്ദേഹത്തിൻ്റെ ശ്രീനാരായണ ഗുരുവിൻ്റെ കാഴ്ചപ്പാടിനെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ജാതി മത ഉച്ചനീചത്വങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. വരികളുടെ സത്ത പിന്നീട് ഗായകൻ ജീവിത ദർശനമാക്കി. രാമൻ നമ്പിയത്ത് നിർമ്മിച്ച് KS ആന്റണി സംവിധാനം ചെയ്ത കാൽപ്പാടുകൾക്ക് വേണ്ടി സംഗീതമൊരുക്കി യേശുദാസിനെ ആദ്യം പാടിച്ചത് MB ശ്രീനിവാസനാണ്. പിന്നീട് സംഭവിച്ചത് ഇന്ത്യൻ സംഗീതത്തിലെ തന്നെ പുതുയുഗ പിറവി. ഈ പ്രായത്തിലും പകരക്കാരനില്ലാത്ത സംഗീതദാസനായി പഠനത്തിരക്കിലാണ് യേശുദാസ്. ആ പാട്ടിൻ്റെ ഓർമ്മകളിൽ യേശുദാസ് നൽകിയ അഭിമുഖമാണിത്. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ആദ്യം ആലപിച്ച ഗാനം സിനിമയിൽ കേട്ടപ്പോഴുണ്ടായ അനുഭവം എന്തായിരുന്നു? മറുപടി ഇങ്ങനെയാണ്: റെക്കോർഡിംഗ് കഴിഞ്ഞ് സംഗീത സംവിധായകനായ MB ശ്രീനിവാസൻ സാർ സ്റ്റുഡിയോയിലെ സ്പീക്കറിൽ തന്നെ അത് കേൾപ്പിച്ചു തന്നിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞാണ് അതേ സിനിമയിലെ അറ്റൻഷൻ പെണ്ണെ എന്ന ഗാനം ശാന്ത P. നായർക്കൊപ്പം പാടിയത്. പക്ഷേ ആ സിനിമ ഇറങ്ങാൻ 1 വർഷത്തോളം വൈകി. അതിനിടെ വേലുത്തമ്പി ദളവയിൽ പാടാൻ അവസരം ലഭിച്ചു. എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത സുഹൃത്തുക്കളായ അഭയദേവ് സാറും ദക്ഷിണാമൂർത്തി സ്വാമിയും ചേർന്നാണ് അതിലെ പാട്ടുകൾ ചെയ്തത്.
അദ്ദേഹം കാൽപ്പാടുകൾ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് പാടിയത്. പക്ഷെ അതിൻ്റെ ആ സിനിമ റിലീസാവാൻ, അതിറങ്ങാനായിട്ട് കുറേ വൈകി. ആ ഇടവേളയിലാണ് വേലുത്തമ്പി ദളവയിൽ പാടാനായിട്ട് അവസരം ലഭിച്ചത്. എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത സുഹൃത്തുക്കളായ അഭയദേവ് സാറും ദക്ഷിണാമൂർത്തി സ്വാമിയും ചേർന്നാണ് അതിലെ പാട്ടുകൾ ചെയ്തത്. ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് റെക്കോർഡിംഗ് സമയത്താണ് ഞാൻ പാടുന്ന ടൈറ്റിൽ സോങ് ഉൾപ്പെടുത്താൻ തീരുമാനമായത്. കാൽപ്പാടുകൾക്ക് മുമ്പേ തിയേറ്ററുകളിൽ എത്തിയത് വേലുത്തമ്പി ദളവയായതിനാൽ പുഷ്പാഞ്ജലികൾ എന്ന് തുടങ്ങുന്ന ടൈറ്റിൽ സോങ്ങാണ് എൻ്റെ ശബ്ദത്തിൽ അപ്പച്ചനടക്കം എല്ലാവരും ആദ്യം കേട്ടത്. പക്ഷേ വൈകി ഉൾപ്പെടുത്തിയ ഗാനമായതിനാലാവണം ടൈറ്റിലിൽ ഗായകരുടെ കൂട്ടത്തിൽ എൻ്റെ പേരുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ ചെന്നൈയിൽ ആയിരുന്നതിനാൽ തിയേറ്ററിൽ പോയി സിനിമയൊന്നും കാണാനുമായില്ല. ആദ്യം പാടിയ വരികളുടെ റെക്കോർഡിംഗ് ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നും അറിയില്ല. ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? യേശുദാസിൻ്റെ ആദ്യ ഗാനം ജാതിഭേദം മതദ്വേഷം എന്ന് തുടങ്ങുന്ന വരികളാണ്. അത് കാൽപ്പാടുകൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ആ സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ ആ ദാർശനികമായ കാഴ്ചപ്പാടിനെ അദ്ദേഹം യേശുദാസ് തൻ്റെ ജീവിതാദർശമാക്കി മാറ്റിയെന്നും കൂടി പറയുന്നുണ്ട്. അങ്ങനെ ഈ പാട്ട് ഉൾപ്പെടുന്ന ജാതിഭേദം മതദ്വേഷം എന്ന് തുടങ്ങുന്ന ഗാനം ഉൾപ്പെടുന്ന കാൽപ്പാടുകൾ എന്ന സിനിമ പുറത്തിറങ്ങാൻ വൈകി. അതിനു മുമ്പ് തന്നെ വേലുത്തമ്പി ദളവ എന്ന സിനിമയിലെ ടൈറ്റിൽ സോങ്ങും പുറത്തു വന്നു. പക്ഷേ ആ പിന്നണി ഗായകരുടെ കൂട്ടത്തിൽ യേശുദാസിൻ്റെ പേര് പെട്ടില്ല. അപ്പോൾ ഇതെല്ലാം തൻ്റെ സംഗീത യാത്രയിൽ തനിക്ക് ആദ്യകാലത്ത് അനുഭവിക്കേണ്ടി വന്ന ചില പ്രയാസങ്ങൾ തന്നെയായിരുന്നു എന്നതാണ് അദ്ദേഹം ഇവിടെ കൂട്ടിച്ചേർക്കുന്നത്. അപ്പച്ചൻ്റെ മരണസമയത്ത് ആശുപത്രി ബില്ലടയ്ക്കാൻ കഴിയാതെ വന്നപ്പോൾ പണം നൽകി സഹായിച്ച ഗാനരചയിതാവ് പി ഭാസ്കരൻ മാഷ്, ഇവരൊക്കെ പ്രതിഫലം ഇച്ഛിക്കാതെ തന്നെയാണ് അവർ ഈ സഹായം ചെയ്തത്. അപ്പോൾ അതെല്ലാം എന്തിൻ്റെ പ്രതീകമാണ്? നന്മയുടെ പ്രതീകമാണ്. പ്രതിഫലം ഇച്ഛിക്കാതെ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് നമ്മൾ എന്തു പറയുന്നത്? നന്മയാണ്, നന്മ നിറഞ്ഞ പ്രവൃത്തിയാണെന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത് അത്തരം പ്രവൃത്തികളെയാണ്. കിട്ടുമെന്നൊരു ഉറപ്പില്ലാത്ത സഹായങ്ങളെയാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കടപ്പാടുകൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പ്രതിഫലം വാങ്ങാതെയും അദ്ദേഹം പാട്ട് പാടാറുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ നന്മയെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ ഈ അഭിമുഖം യേശുദാസ് എന്ന ആ ഗാനഗന്ധർവൻ്റെ സംഗീത ലോകത്തിലേക്കുള്ള യാത്രയിലുണ്ടായ കഷ്ടപ്പാടുകളും അതിൽ നിന്ന് ഒരു തീച്ചൂളയിൽ നിന്ന് എങ്ങനെയാണ് പൂർവാധികം ശക്തിയോടെ ജ്വലിച്ചുയരുന്നത്, അതേപോലെ ആ ഗാനഗന്ധർവൻ എന്നുള്ള ആ തിളക്കത്തിലേക്ക് സംഗീത ലോകത്തിലെ ഒരു നക്ഷത്ര തിളക്കമായിട്ട് ഉജ്ജ്വലിക്കാനായിട്ട് അദ്ദേഹത്തെ സഹായിച്ചത് ഇത്തരം ഈ കഷ്ടപ്പാടുകൾ മറികടന്ന് വന്നത് കൊണ്ടാണ് എന്നുള്ള യാഥാർത്ഥ്യങ്ങളൂടെയുണ്ട്. നമ്മൾ മുതിർന്നവരൊക്കെ പറയാറില്ലേ, കഷ്ടപ്പെട്ട് പഠിച്ചാലേ നമുക്ക് ഉയരത്തിലെത്താൻ സാധിക്കൂ. കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം, മനസ്സിൻ്റെ ഒരു ശക്തി നമുക്കുണ്ടാവണം എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമാണ് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുക. അതുതന്നെയാണ് യേശുദാസ് എന്ന ഗാനഗന്ധർവൻ്റെ അനുഭവം നമുക്ക് പങ്കുവെച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ കടപ്പാടിൻ്റെ ആ ജീവിതത്തിലെ ഉയർച്ചയുടെ കഷ്ടപ്പാടിൻ്റെ ഒക്കെ പാഠങ്ങൾ നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാഠഭാഗം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. അദ്ദേഹം എന്താണ് പറയുന്നത്? ജീവിതകാലം മുഴുവൻ പാടി നേടിയ ആ പ്രസിദ്ധിയും സമ്പത്തും കൊണ്ട് വീട്ടിൽ തീർക്കാൻ ആവാത്ത അത്രയും വിലപ്പെട്ടതാണ് ഈ കടപ്പാടുകൾ. അതായത് ഈ മത്തായി ചേട്ടനോടും പി ഭാസ്കരൻ മാഷ് എന്നുള്ള ഗാനരചയിതാവിനോടുമുള്ള കടപ്പാടുകൾ തൻ്റെ സമ്പത്തോ പ്രശസ്തിയോ പദവിയോ ഒന്നും കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ വിലപ്പെട്ടതാണ് തനിക്ക് അന്ന് നൽകിയ ഈ സഹായം എന്നാണ് ഇത്തരുണത്തിൽ അനീഷ് നായരുമായി ഈ അഭിമുഖത്തിൽ പങ്കുവയ്ക്കുന്നത്. പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ചോറ് തന്നെന്ന് വെച്ച്
നിങ്ങൾ പാട്ട് നിർത്താൻ പറഞ്ഞാൽ ഞാൻ നിർത്തില്ല. നിങ്ങൾ ചോറ് തന്നതിന് നിങ്ങൾ പറയുന്ന പാട്ട് ഞാനൊട്ട് പാടുകയുമില്ല. പാടി വീട്ടാത്ത കിടങ്ങൾ എന്ന പാഠഭാഗത്തിൻ്റെ തുടർച്ചയായി കൊടുത്തിരിക്കുന്നതാണ് ചോറും പാട്ടും. അതിൽ ഒരു കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുന്ന വാക്കുകളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്താണ് സന്ദർഭം? അതിലേക്ക് കിടന്നാലോ? ചോറും പാട്ടും. വർഷങ്ങൾക്ക് മുമ്പാണ്. മാസത്തിലെ അവസാന ഞായറാഴ്ച. അല്പശമ്പളക്കാരായ ഞങ്ങളാരും വീട്ടിൽ പോയില്ല. ലോഡ്ജിൽ തന്നെ തങ്ങി. മെസ്സിൻ്റെ കലവറയും ഒഴിഞ്ഞ കീശയായിരുന്നു. രാവിലെ ഉപ്പുമാവും പഴവും, ഉച്ചയ്ക്ക് ചോറും രസവും കൂർക്കത്തോരനും, കൂർക്ക കൊണ്ടുള്ള തോരനും, വൈകിട്ട് ചപ്പാത്തിയും ഉള്ളി സലാഡും എന്ന സിമ്പിൾ മെനു കുക്ക് തങ്കപ്പനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴാണ് അയാൾ കടന്നു വന്നത്. ആരാണ് അയാൾ? വൃദ്ധനെന്ന് തോന്നുന്ന ഒരു മധ്യവയസ്കൻ. മുഷിഞ്ഞു ചുളുങ്ങിയ മുണ്ട് ഷർട്ടുമാണ് വേഷം. ഉലഞ്ഞ ചെമ്പൻ മുടിയും മയക്കമാർന്ന് ക്ഷീണിച്ച കണ്ണുകളും. ആൾ ആകെ അവശൻ. ഇത്തരം അതിഥികളിൽ സാധാരണയായി കാണുന്ന അതിവിനയമൊന്നും ആ മുഖത്ത് കണ്ടില്ല. അയാൾ ക്ഷീണിതനാണ്, അവശനാണ്, മധ്യവയസ്കനാണ്. പക്ഷേ അയാളിൽ മേൽപ്പറഞ്ഞ ഭാവഹാവാദികളുമായി യോജിച്ചു പോകുന്ന വിനയപ്രകടനമൊന്നും കണ്ടില്ല എന്നാണ് പറയുന്നത്. നല്ല കനത്ത സ്വരത്തിൽ അയാൾ പറഞ്ഞു, ചോറ് തന്നാൽ പകരം പാട്ടുപാടാം. അവിടെ എനിക്കല്പം ചോറ് തരുമോ എന്നുള്ളതല്ല അദ്ദേഹം പറഞ്ഞത്. എന്താണ്? ചോറ് തന്നാൽ പകരം പാട്ടുപാടാം. അശേഷം യാചനയുടെ ഭാവമുണ്ടായിരുന്നില്ല. വിശക്കുന്നു, വല്ലതും തായോ, എനിക്ക് അങ്ങനെയുള്ളൊരു യാചനയല്ല. എനിക്ക് ചോറ് തരികയാണെങ്കിൽ ഞാൻ നല്ലൊരു പാട്ട് പാടി നിങ്ങൾക്ക് തരാം. അതാണ് കണ്ടീഷൻ. ആ സ്വരത്തിൽ യാചനയുടെ ഒരു ഭാവവുമില്ല. ഞങ്ങൾ ഒച്ചയും വിളിയും നിർത്തി വന്നയാളെ നോക്കി. അയാൾ ആവർത്തിച്ചു, ചോറ് തന്നാൽ പാട്ടുപാടാം. ഇപ്പോഴാണ് അയാൾ പറഞ്ഞതെന്തെന്ന് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങൾക്ക് കൗതുകമായി. കുക്ക് തങ്കപ്പനോട് ചോറ് വിളമ്പാൻ പറഞ്ഞു. അയാളെ ഞങ്ങൾക്കൊപ്പം ഇരുത്തി ഊട്ടി. പാവം, ചോറുണ്ടിട്ട് ദിവസങ്ങളായി എന്ന് തോന്നി. രസവും കൂർക്കത്തോരനും മാങ്ങ അച്ചാറും കൂട്ടി അയാൾ മൂക്കുമുട്ടെ ഉണ്ടു. ഇനി നിറവയറിൽ പാടാൻ പറ്റുമോ? ഞങ്ങൾ ചോദിച്ചു. അതിന് മറുപടി ഉണ്ടായില്ല. തറയിൽ പടിഞ്ഞിരുന്ന് അയാൾ പതുക്കെ പാടിത്തുടങ്ങി. പാഹിയേ തായേ പാർവതി പരമേശ്വരി ലളിതേ എന്ന് തുടങ്ങുന്ന പാട്ട്. ഞങ്ങൾ വേഗം നിശബ്ദരായിപ്പോയി. ഈ മനുഷ്യനിൽ നിന്നോ ഈ മനോഹരാലാപം? പാട്ട് തീരും വരെ ആരും അനങ്ങിയില്ല. പാടിത്തീർന്നപ്പോൾ ആരോ ആവശ്യപ്പെട്ടു, കീർത്തനമല്ലാതെ സിനിമാ പാട്ടുകളൊന്നുമില്ലേ കയ്യിൽ? അയാൾ മറുപടി പറഞ്ഞില്ല. പാടിത്തുടങ്ങുകയാണ് ഉണ്ടായത്. പ്രസിദ്ധങ്ങളായ 4-5 പഴയ പാട്ടുകൾ. പാട്ടിങ്ങനെയാണ്, ഈണം പോരാട്ടം. സാധാരണ പാട്ടുകാരോട് പറയുമ്പോൾ ഒരു പാട്ട് പാടൂ, ത്രോട്ട് വയ്യ, തൊണ്ടവേദനയാണ്. അതുപോലെ ഇന്നെനിക്ക് തൊണ്ടവേദനയാണ്, ഞാൻ പാടുന്നില്ല. വായിക്കാം. വനഗായികേ വാനിൽ വരൂ നായികേ, അകാലെ ആരും കൈവിടും, മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല. തൊണ്ടൽപ്പം ശരിയായി. ചെന്താമര പൂന്തേൻ കുടിച്ച വണ്ടേ നീ, ചാണകം ഉരുട്ടണതും നമ്മൾ കണ്ടേ, നീയല്ലാതാരുണ്ടാരുണ്ടെന്നുടെ പ്രണയപ്പുഴയിൽ ചിറകെട്ടാൻ, ഞാൻ വളർത്തിയ കൽബിലെ മോഹം പോത്തുപോലെ വളർന്നല്ല, ഞാൻ കാത്തു കാത്തു കുഴഞ്ഞല്ലോ. ഇതാണ് പാട്ട്. പാട്ടായി തോന്നിയോ? നിങ്ങൾ പാടിക്കോളൂ. ഹരം കൊള്ളിക്കുന്ന സുന്ദര ഗാനങ്ങൾ. ആഹ്ലാദം അല തല്ലി തകർത്തു. ഞങ്ങളുടെ മുറിയിലാകെ എല്ലാവർക്കും വളരെ പാട്ടിൻ്റെ ഹരം അവരിൽ ആവേശിച്ചു. ഉഗ്രൻ, തകർപ്പൻ, കലക്കൻ, ഞങ്ങൾ ഓരോരുത്തരും പറഞ്ഞു. നിങ്ങളാണെങ്കിലും ഇന്ന് എന്ത് പറയും? അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട് അല്ലേ? എന്നിട്ട് ചോദിച്ചു, പക്ഷേ ഈ തമാശ പാട്ടുകളെ അറിയൂ? അന്നത്തെ ചില ഗംഭീര ഗാനങ്ങൾ പാടാൻ ആ പാട്ടുകാരനോട് ഞങ്ങൾ നിർദ്ദേശിച്ചു. അപ്പോഴും അയാൾ പാടി, എങ്ങനെ നീ മറക്കും കുയിലേ ആത്മവിദ്യാലയമേ, അതുപോലെ താമസം എന്തേ വരുവാൻ, അങ്ങനെ ഓരോ പാട്ടുകളും അദ്ദേഹം പാടി കേൾപ്പിച്ചു.
അപ്പോൾ തീരെ നിസ്സംഗനായി ആ ഗായകൻ പ്രഖ്യാപിച്ചു, അബ്ദുൾ ഖാദറിൻ്റെ, പുരുഷോത്തമൻ്റെയും ദാസിൻ്റേതൊന്നും പാട്ടുകൾ ഞാൻ പാടില്ല. എന്നിട്ട് അയാൾ പാടിത്തുടങ്ങി. അതിനിടയ്ക്ക് നിർവികാര ഭാവത്തോടെ പല പാട്ടുകളും പാടാൻ ഇവർ പറഞ്ഞു, ഹോസ്റ്റലിലെ കുട്ടികൾ. പക്ഷേ മറ്റുള്ളവരുടെ പാട്ടുകളൊന്നും ഞാൻ പാടില്ല എന്നയാൾ തീർത്ത് പറഞ്ഞു. എന്നിട്ട് എന്ത് പാടി? കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും, കാക്കച്ചി കൊത്തി പോകും. എങ്ങനെയുണ്ട് പാട്ട്? ഞങ്ങൾക്ക് ആ നാടൻ ശീലുകൾ ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, അയാളുടെ തോന്നിയാസം സഹിക്കാൻ ഞങ്ങൾ ഉത്തരവിട്ടു. നിർത്ത്. അയാൾ നിർത്തിയില്ല, പാട്ട് തുടർന്നു. അയാൾ വീണ്ടും തുടർന്നു. കാച്ചിക്കുറുക്കിയ മോഹത്തിൻ പാല് പൂച്ച കുടിച്ചു പോകും, നട്ടു നനച്ചു വളർത്തിയ പൂച്ചെടി മുട്ടനാടെത്തി തിന്നും. ഇപ്പോഴും എനിക്ക് ത്രോട്ട് പെയിനാണ്, ക്ഷമിക്കാം. നിർത്താൻ ഞങ്ങൾ വീണ്ടും പറഞ്ഞു. പാട്ട് മെഹബൂബ് നന്നായി പാടിയതാണേ. അയാൾ ഒട്ടും കൂസിയില്ല. അയാൾക്കൊരു കൂസലുമില്ല. ഇവർ പറഞ്ഞിട്ട് നിർത്താൻ പറഞ്ഞിട്ടൊന്നും അയാൾ നിർത്തുന്നില്ല. പാടി മുഴുവിപ്പിച്ചിട്ട് സാവധാനം നിർവികാരനായി കനത്ത സ്വരത്തിൽ വീണ്ടും ഗൗരവത്തോടെ തന്നെ പറഞ്ഞു, നിങ്ങൾ ചോറ് തന്നെന്ന് വെച്ച് നിങ്ങൾ പാട്ട് നിർത്താൻ പറഞ്ഞാൽ ഞാൻ നിർത്തില്ല. നിങ്ങൾ ചോറ് തന്നതിന് നിങ്ങൾ പറയുന്ന പാട്ട് ഞാനോട്ട് പാടുകയുമില്ല. എങ്ങനെയുണ്ട്? ഇത്രയും കനത്ത സ്വരത്തിലാണ് ഈ ഗായകൻ അവരോട് മറുപടി പറഞ്ഞത്. ഞങ്ങൾ കോപം കൊണ്ട് കണ്ണും കാതും മറ്റവരായി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അഹങ്കാരിയെന്നോ ധിക്കാരിയെന്നോ തോന്നാൽസിന്നോ സകലതും. അതിനെല്ലാം കൂടി അയാൾ സ്വസ്ഥമായി ഒറ്റ വാക്യത്തിൽ ഉത്തരമോദി, ഞാൻ എൻ്റെ പാട്ടുകളെ പാടൂ, അതിനെ ആത്മാവുണ്ടാവൂ. ഞങ്ങളിൽ ആർക്കോ അല്പം തിരിച്ചറിവുണ്ടായി. എന്നാൽ പിന്നെ താൻ മെഹബൂബിൻ്റെ പാട്ടുകൾ പാടുന്നതോ? അപ്പം ഇത്രയും നേരം അദ്ദേഹം പാടിയത് ആരുടെ പാട്ടുകളാണ്? മെഹബൂബിൻ്റെ പാട്ടുകളാണ്. പ്രശാന്ത സുന്ദരഭാവത്തിൽ സ്വരലയത്തോടെ അയാൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഞാൻ മെഹബൂബായതുകൊണ്ട്, അതുകൊണ്ടാണ് മെഹബൂബിൻ്റെ പാട്ടുകൾ ഞാൻ പാടിയത്. എങ്ങനെയുണ്ട് പാഠഭാഗം? അടുത്ത ക്ലാസ് നമുക്ക് ചോദ്യോത്തരങ്ങളൊക്കെ പങ്കുവയ്ക്കാം. പാഠഭാഗം നിങ്ങളും വായിക്കുക. എൻ്റെ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.